ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ഞാൻ ഇന്നലെ വളരെ യാദൃശികമായിട്ട് പല്ലൊട്ടി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. ആ മൂവി എന്നെ കൊണ്ടെത്തിച്ച് വേറൊരു ലെവലിലോട്ടാണ്. ഞങ്ങൾ ഈ 90s കിഡ്സിൻ്റെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ദൂരത്തുനിന്നൊരു മണിയേട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഇൻഡ്യൂഷൻ. കാരണം വരുന്നത് കോലൈസ് ഉണ്ടിരുന്ന ചേട്ടനെന്നാണ്. അന്നൊക്കെ കോലൈസ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കുന്നതിലൊന്നാണ്. പിന്നെ പൈസയും കിട്ടാറില്ല, എന്നാലും ഞങ്ങൾ വീട്ടിനകത്തോട്ട് ഓടും കൈ കിട്ടുന്ന ചില്ലറകളെല്ലാം നുള്ളിപ്പറക്കി ഒരു കോലൈസ് മേടിക്കാനായിട്ട്. അവനിലൊരു കൊമ്പനുണ്ട്, അവനാണ് ഏറ്റവും റിച്ചസ്റ്റ്. അതാരാന്നറിയണ്ടേ? വേറെ ആരുമല്ല, സേമിയ ഐസ്. അന്ന് അവന് ഏതാണ്ട് ഒരു 4-5 രൂപ എങ്ങാണ്ട്. ഞങ്ങൾ നുള്ളിപ്പറക്കി ചിലപ്പോൾ 1 രൂപ 2 രൂപ കിട്ടുമായിരിക്കും, എന്നാലും അത് ഒപ്പിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടും. അപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്കൊരു സേമിയ ഐസ് ഉണ്ടാക്കിക്കൂടാ. സംഭവം ഉണ്ടാക്കി എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് യൂഷ്വലായിട്ട് വെക്കുന്നത് ഇതിലൊരു സേമിയ പായസം വെക്കുക. ഞാൻ കുറച്ച് അഡീഷണൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്താച്ചിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോൾഡ് ചെയ്യുക, ഇത് നേരെ ഫ്രീസറിൽ വെക്കുക. അങ്ങനെ ഫ്രീസറിൽ നിന്ന് ഞാൻ ഈ സാധനം എടുത്തു. സത്യം പറയാമല്ലോ, അന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു അത് പന്ന വെള്ളത്തിൽ നിന്നാണ്, കൊള്ളത്തില്ല എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ ഉണ്ടാക്കിയതിന് കിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.